ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറാസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ സൂററ്റിലാണ്. സൂററ്റിലെ അഡാജൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ അവിടെയാണ് സ്റ്റേ ചെയ്തത്. രാവിലെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഒരു സ്ഥലം വരെ പോയിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു യാത്ര തുടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ പോകുന്ന എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പ്രതിമയെ പറ്റി പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പേഴ്സണൽ ഇഷ്ടത്തിൻ്റെ പേരിലാണ് ഈ പ്രതിമ കാണാൻ പോകുന്നത് കേട്ടോ. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് എത്താൻ 3 പ്രധാനപ്പെട്ട സിറ്റിയാണുള്ളത്. 1 സൂററ്റ്, 2 അഹമ്മദാബാദ്, 3 വഡോദര. വഡോദരയിൽ നിന്ന് ഇങ്ങോട്ടൊരു 90 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സൂററ്റിൽ നിന്ന് ഒരു 150 കിലോമീറ്റർ, അതുപോലെ തന്നെ അഹമ്മദാബാദിൽ നിന്ന് 200 കിലോമീറ്ററാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ള ദൂരം. ഗുജറാത്തിലെ തന്നെ ഒരു ചെറിയ പ്രദേശമായ കെവഡിയ എന്ന സ്ഥലത്താണ് ഈ സ്റ്റാച്യു ഉള്ളത് കേട്ടോ. സർദാർ സരോവർ ഡാമിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്റ്റാച്യു ഉള്ളത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റാച്യു നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മളവിടെ കാറ് നിർത്തിയിട്ട് ഇവിടെ നിന്നുള്ള സ്റ്റാച്യുവിൻ്റെ ആ ഒരു വ്യൂ നോക്കുകയാണ്. അത്രയും വലിയ 2 മലകൾക്കിടയിൽ അതിനേക്കാൾ വലുതായി തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ ഒരു പ്രതിമ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഉള്ളത് നർമ്മദ നദിയുടെ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് കേട്ടോ. നർമ്മദ നദിയാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയാണല്ലേ. അധികം വെള്ളമൊന്നും ഇല്ല, വരൾച്ച കാരണം കൊണ്ട് വെള്ളമൊക്കെ വറ്റിയിരിക്കുകയാണ്. എന്നാലും മലനിരകൾക്കിടയിലൂടെയുള്ള ആ നദിയുടെ വ്യൂ അടിപൊളിയാണ്. ഏകദേശം നമ്മൾ ആ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പം നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടുത്താണെന്ന് തോന്നുമെങ്കിലും ഇത് കുറച്ച് ദൂരത്തിലാണ്. ഒരുപാട് ഔട്ടർ ഏരിയയിലുള്ളൊരു മലമ്പ്രദേശമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വന്നതിൻ്റെ പേരിലാണ് ഇവിടെ ഇത്രയും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിലേക്ക് നമ്മുടെ പ്രൈവറ്റ് കാറിൽ പോകാൻ പറ്റില്ല. അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ബസ് സർവീസിലോ അല്ലെങ്കിൽ പിങ്ക് ഓട്ടോയിലോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. സ്റ്റാച്യു ഓഫ് യൂണിറ്റിലേക്കുള്ള ബസ്സാണ് ഈ പോകുന്നത്. ഈ ബസ്സിന് 30 രൂപ മറ്റുമാണ് ചാർജ്. അതുപോലെ തന്നെ പിങ്ക് ഓട്ടോയ്ക്കാണെങ്കിൽ 110 രൂപയാണ് ചാർജ്. പാർക്കിംഗ് ഏരിയയിൽ നിന്നും സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഭാഗത്തേക്ക് ബസ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ബസ്സാണിത്. അപ്പം AC ഒക്കെ ഉള്ളൊരു അടിപൊളി ബസ്സാണിത്. നമ്മളേതായാലും ബസ്സിൽ പോകുന്നില്ല. ഒരു വെറൈറ്റിക്ക് നമ്മൾ പിങ്ക് ഓട്ടോയിലാണ് ഇന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ആ ഭാഗത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഓരോ സ്ലോട്ട് തിരിച്ചാണ് ടിക്കറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രതിമയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ വലിയ തിരക്ക് കാണില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് പിങ്ക് ഓട്ടോ. നമ്മളിന്ന് ഇതിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് പോകുന്നത്. ഇവിടെ കെവഡിയ ഭാഗത്തുള്ള വനിതകളാണ് ഈ ഒരു ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ. വലിയ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവർ ബസ്സിൽ തന്നെ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ലാഭം. വലിയൊരു പാർക്കിംഗ് ഏരിയ ആണ്. ഈ ഒരു ഏരിയയും അടിപൊളിയായിട്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് കച്ചവടക്കാരും ഈ പാർക്കിംഗ് ഏരിയയിലുണ്ട്. നല്ല വെയിലാണ്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് സമയം നിൽക്കാൻ തോന്നിയില്ല. നമുക്ക് നേരെ ഇനിയും ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകാം. കൂടുതൽ ആളുകളും ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ടിക്കറ്റ് കൗണ്ടറിന് ഭാഗത്ത് വലിയ തിരക്കൊന്നും കാണുന്നില്ല. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ എൻട്രി ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 150 രൂപയും കുട്ടികൾക്ക് 90 രൂപയാണ്. ഈ ഒരു ടിക്കറ്റ് എടുക്കാൻ നമുക്ക് സ്റ്റാച്യുവിൻ്റെ വെളിയിലുള്ള ഭാഗങ്ങൾ മാത്രമേ കാണാൻ ഒക്കുള്ളൂ. സ്റ്റാച്യുവിൻ്റെ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ, ഗ്യാലറി വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ അഡൽട്സിന് 380 രൂപയും കുട്ടികൾക്ക് 230 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് കയറാൻ എക്സ്പ്രസ് എൻട്രി ടിക്കറ്റ് ഉണ്ട്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും 1030 രൂപയാണ്. ഈ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാച്യുവിൻ്റെ ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് വേഗം ഉള്ളിലേക്ക് കയറാൻ പറ്റും. പിന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ജംഗിൾ സഫാരി ഉണ്ട്. അതുപോലെ തന്നെ ബോട്ടിങ്, പിന്നെ എക്കോ ടൂറിസം എന്ന് പറയുന്ന ബസ് ടൂറുണ്ട്. അതുപോലെ വേറെ 1-2 ഇതുപോലെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആണ് ടിക്കറ്റ് എടുക്കേണ്ടത്.
ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്താണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അവർ ക്യാഷ് അവിടെ എടുക്കില്ല. അതുപോലെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയിട്ടുള്ള UPI ആപ്പ് വഴിയുള്ള പേയ്മെൻറ്റും അവർ സ്വീകരിക്കത്തില്ല. നമ്മുടെ കാർഡ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. www.soutickets.in എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ കൂടെ കയറി ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാത്തതിൻ്റെ പേരിലും നമ്മൾ വരാൻ ലേറ്റ് ആയതിൻ്റെ പേരിലും നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് എൻട്രി ടിക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഗാലറി വ്യൂവിൻ്റെ ടിക്കറ്റ് ക്ലോസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഈ കാണുന്ന പിങ്ക് ഓട്ടോയിലാണ് ഇനി പോകുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തേക്ക്. അപ്പോൾ ഡ്രൈവർ എന്താ ഫുഡ് കഴിക്കുകയാണ്. അവർ ഫുഡ് കഴിച്ചിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഫസ്റ്റ് കാണുന്ന 2 ഓട്ടോ നമ്മൾ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓട്ടോയുടെ റേറ്റ് അറിയാതെയാണോ നമ്മൾ കയറിയതെന്നുള്ള സംശയത്തിൻ്റെ പേരിൽ വണ്ടി സ്റ്റാർട്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു 3-4 വട്ടം 110 രൂപയാണ് റേറ്റ് എന്നുള്ളത് അവൾ നമ്മളോട് എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സ്റ്റാച്യു ഓഫ് യൂണിറ്റി മൺഡേ ദിവസങ്ങളിൽ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇനിയും ഓപ്പൺ ആകുന്നത് ട്യൂസ്ഡേ മുതൽ സൺഡേ വരെയാണ്. അപ്പോൾ ഇവിടുത്തെ ടൈമിങ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ്. ചൊവ്വ മുതൽ ഞായർ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടെ ലേസർ ആൻഡ് ലൈറ്റ് ഷോ ഉണ്ട്. അത് വൈകുന്നേരം 7 മണി മുതൽ 7:20 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു 4 to 6 ഈ ടൈമിലുള്ള സ്ലോട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലേസർ ആൻഡ് ലൈറ്റ് ഷോയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡ്രൈവർ വളരെ സീരിയസ് ആയിട്ടിരുന്ന് വണ്ടി ഓടിക്കുകയാണ്. പുറകിരുന്ന് നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അവളിങ്ങനെ ദേഷ്യഭാവത്തോടെ പുറകിലേക്ക് തിരിഞ്ഞ് നോക്കുന്നൊക്കെ ഉണ്ട്. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇരിക്കുന്ന കെവഡിയ എന്ന ഗ്രാമത്തിലെ ആദിവാസി യുവതികളാണ് ഈ ഒരു പിങ്ക് ഓട്ടോ ഇവിടെ ഓടിക്കുന്നത്. അപ്പോൾ ആദിവാസി യുവതികൾക്ക് ഒരു ജോലി ലഭിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഗുജറാത്ത് സർക്കാർ രൂപീകരിച്ച ഒരു സംരംഭമാണ് ഈ പിങ്ക് ഓട്ടോ. ഏകദേശം 50ഓളം ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഈ ഒരു ഭാഗത്തിപ്പം ഓടുന്നുണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഭാഗമായിട്ട്. കെവഡിയയിലുള്ള ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവർക്ക് ഈ ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള പരിശീലനം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊന്നും പ്രൈവറ്റ് വെഹിക്കിളൊന്നും അലൗഡ് അല്ലല്ലേ. അപ്പം കെവഡിയ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം ഒരു പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത പ്രദേശമാണ്. ഈ റോഡിൻ്റെ സൈഡിലായിട്ട് പല നിറത്തിലായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ തെങ്ങുകളിലൊക്കെ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ലൈറ്റുകൾ തെളിയും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. വെറും ഒരു മലയോര പ്രദേശമായിട്ട് കിടന്നിരുന്ന ഈ സ്ഥലമൊക്കെ എത്ര ഇതായിട്ടാണ് ഇവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അല്ലേ. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇതൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഈ ഒരു സ്റ്റാച്യു ഇരിക്കുന്ന ഈ ഭാഗം, ഈ ഒരു ഏരിയ ഫുള്ളായിട്ടും ഡ്രോണുകൾ പറത്തുന്നതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അകലം കുറയുന്തോറും പ്രതിമയുടെ വലിപ്പം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ബാക്ക് സൈഡാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇത്രയും അകലിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വലിപ്പം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴുള്ള ആ വലിപ്പത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയുടെ ഏകദേശം അടുത്തേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ ഒരു പ്രതിമ കാണുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറ ഓഫ് ആക്കാനേ തോന്നിയില്ല. അത്രയ്ക്കും ആ ഒരു പ്രതിമയുടെ ആ ഒരു വലിപ്പവും ആ ഒരു ഭംഗിയും ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ഒരു പക്ഷേങ്കിൽ ക്യാമറയിൽ കാണുന്നതിനെ കഴിഞ്ഞ് എത്രയോ മനോഹരമാണിത് നേരിൽ കാണാൻ. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന ആ വലിയ ബോർഡൊക്കെ നമ്മൾ കണ്ടു. അപ്പം നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളിതിൻ്റെ പാർക്കിങ്ങിനുള്ളിലേക്ക് കടക്കും. അങ്ങനെ ഏകദേശം 6 കിലോമീറ്ററോളം പിങ്ക് ഓട്ടോയിൽ യാത്ര ചെയ്ത് നമ്മളും
സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അതുപോലെ വലിയൊരു പാർക്കിംഗ് ഏരിയ ആണിത്. അപ്പോൾ ഈ ഒരു പ്രതിമയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു പോകാൻ ബസ് കാത്ത് നിൽക്കുന്ന ആളുകളാണ് ഈ നിൽക്കുന്നത്. ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്നും പ്രതിമ ഇരിക്കുന്ന ഭാഗത്തേക്ക് കുറേ നടക്കാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ടിക്കറ്റ് ചെക്കിങ്ങും സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞാണ് നമുക്ക് പോകാനുള്ളത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയുടെ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.